ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഒട്ടുമിക്ക കാര്യങ്ങളിലും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കണമെന്ന് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. ഇന്നത്തെ വചനത്തിലൂടെ ഈശോ പത്രോസിനോട് ആവശ്യപ്പെടുന്നത് ഈശോയെ സ്നേഹിക്കുന്നതിൽ മുൻപന്തിയിലാണോ എന്നാണ്. എല്ലാം അറിയുന്ന ഈശോയോട് പത്രോസ് പറയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുണ്ടല്ലോ എന്ന്. ഈശോയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ മരിക്കാൻ പോലും പത്രോസ് തയ്യാറായിരുന്നു. ഒരു ദുർബല നിമിഷത്തിൽ യേശുവിനെ തള്ളി പറയേണ്ടി വന്നു എന്ന് മാത്രം. അത്രയ്ക്കും ആഴമായി സ്നേഹിക്കുന്നതുകൊണ്ട് അദ്ദേഹം ഹൃദയം നൊന്ത് കരഞ്ഞു. ആദ്യത്തെ മാർപ്പാപ്പയായി വിശുദ്ധ പൗലോസ് ഈശോയെ ഒത്തിരി അധികം സ്നേഹിച്ചിരുന്നു. ഈശോയ്ക്ക് വേണ്ടി ഒത്തിരി പീഡനങ്ങൾ, നൊമ്പരങ്ങൾ, വേദനകൾ അദ്ദേഹം സഹിച്ചു. ഈ ലോകത്തിലുള്ള ഒരു ശക്തിക്കും എന്തെല്ലാം പീഡനങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടായാലും ഈശോയോടുള്ള സ്നേഹത്തിൽ നിന്ന് വേർപെടുത്താനാവില്ല എന്ന് അദ്ദേഹം തൻ്റെ ഇടത്തോടെ റോമാക്കാർക്കുള്ള ലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെ തിരുനാൾ സഭയിൽ നിന്ന് ആചരിക്കുകയാണ്. അവരെ പോലെ ആഴമായി ഈശോയെ സ്നേഹിച്ചുകൊണ്ട് ഒരു ശക്തിക്കും ഈ ലോകത്തിലെ ഒന്നിനും നമ്മളെ യേശുവിൻ്റെ വേർപെടുത്താനാവില്ല എന്ന തൻ്റെ ഇടത്തോടെ നമുക്ക് ജീവിക്കാൻ സാധിക്കട്ടെ. ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.